കളിയും ചിരിയും പഠനവും ഒക്കെ ആയിട്ട് ഓടി നടക്കേണ്ട പ്രായത്തിൽ ആശുപത്രി കിടക്കയിലായതിൻ്റെ സങ്കടത്തിലാണ് പ്ലസ് ടു വിദ്യാർത്ഥിയായ കൃഷ്ണ ശിവകുമാർ. രക്താർബുദമാണ് കൃഷ്ണയുടെ സ്വപ്നങ്ങൾക്ക് വില്ലനായി മാറിയത്. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ കൃഷ്ണയ്ക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയും. പക്ഷേ വൃക്കരോഗിയായ അച്ഛനും കൂലിപ്പണിക്കാരിയായ അമ്മയ്ക്കും താങ്ങാൻ കഴിയുന്നതല്ല ഇതിൻ്റെ ചികിത്സാ ചെലവ്. പല്ലിൻ്റെ കൂടെ ചെറിയ കംപ്ലൈൻറ്റ് കണ്ടിരുന്നു. അപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പം അതിന് വേണ്ടിയിട്ട് ചികിത്സയാണ്. കൃഷ്ണയുടെ ചുണ്ടിൽ വന്ന ചെറിയ കുമിള തുടർന്ന് നടത്തിയ ചികിത്സയിലും പരിശോധനയിലും രക്താർബുദമെന്ന് കണ്ടെത്തി. പല്ലിൻ്റെ എന്തോ കംപ്ലൈൻ്റ് ആണ്. പല്ലിൻ്റെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. പല്ലിൻ്റെ ഡോക്ടറെ കാണിച്ചപ്പോഴാണ് ആ ഡോക്ടർ പറഞ്ഞത്, ഇത് ഞാൻ കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ തരാം, അത് ചെയ്തതിന് ശേഷം നോക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു. രോഗം മൂർച്ഛിച്ചതോടെ കൃഷ്ണയ്ക്ക് പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. സ്കൂളിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ രോഗം മാറേണ്ടേ എന്ന് നിസ്സഹായതയോടെ കൃഷ്ണ ചോദിക്കുന്നു. എക്സാമിന് പോയായിരുന്നു പ്ലസ് വണ്ണിൻ്റെ, പിന്നെ പോയിട്ടില്ല. ഡോക്ടർ ഇൻഫെക്ഷൻ വരുന്നു പറഞ്ഞിട്ട് പോയിട്ടില്ല. വൃക്കരോഗം ബാധിച്ച് ജോലിക്ക് പോലും പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് അച്ഛൻ ശിവകുമാർ. തന്റെ ചികിത്സ വേണ്ടെന്ന് വെച്ച് മകളുടെ ജീവൻ നിലനിർത്താൻ നെട്ടോട്ടമോടുകയാണ് ഈ അച്ഛൻ. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ കൃഷ്ണയ്ക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാനാകും. ഇപ്പോൾ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനിപ്പോൾ സാമ്പത്തികം കുറച്ച് കുറവാണ്. നാട്ടുകാർ സഹായിക്കുന്നുണ്ട്, അയൽവാസികളുടെ ഒക്കെ സഹായമുണ്ട്. അവർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഒപ്പം നിൽക്കണത്. ഈ കുടുംബത്തിന്റെ കണ്ണുനീർ കാണാൻ സുമനസുകൾക്കായാൽ കൃഷ്ണയുടെ മുഖത്തെ ചിരി വീണ്ടെടുക്കാം. 24 തൃശൂർ. എന്തായാലും ഇദ്ദേഹത്തിന് സഹായം ചെയ്യാൻ കഴിയുന്നത് സുമനസ്സുകൾ ശ്രമിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പ്രത്യേകിച്ച് ഈ കൃഷ്ണയുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകണമെങ്കിൽ നമ്മുടെ ഉദാരമായ സമീപനം വേണം. അപ്പോൾ ആ സമീപനം ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാനുള്ളത്.